ഹലോ, ഇപ്പം ഞങ്ങൾക്ക് ലീവായി കഴിഞ്ഞാൽ പുറത്ത് പോയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ലടോ. സാധാരണ കിടന്നുറങ്ങാൻ തോന്നുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് തോന്നാറുള്ളൂ പുറത്ത് പോകണം എന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് 1, 2, 3 പ്ലാനുകളായി ഇറങ്ങി. രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒറ്റ മുട്ടയും 3 പേർക്ക് എങ്ങനെ ഭാഗിക്കാം എന്നുള്ള തീവ്ര പരീക്ഷണത്തിലാണ് ഞാൻ. അത് ഞാൻ അങ്ങനെ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നേരെ ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി. തൊട്ടപ്പുറത്തെ സ്റ്റേഷനിലോട്ടാണ് പോക്ക്. ഈ പോകുന്ന പോക്കിന് 1, 2, 3 ഒന്നല്ല 2 അല്ല 3 ദുരുദ്ദേശമുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ട അവസ്ഥയായിരുന്നു. കാരണം ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ലൊക്കേഷൻ അറിയത്തില്ല. പിന്നെ ലൊക്കേഷൻ ഗൂഗിളിൽ അടിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫോണിൽ ആരുടെയും റീചാർജ് ഇല്ല. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് അവിടെയൊക്കെ ചോദിച്ചും പറഞ്ഞു ഒന്നാമത്തെ സ്ഥലത്തെത്തി, പാരീസിൽ. അവിടെ എത്തി ഞങ്ങൾ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ തറവാട് തന്നെ വലുത്. ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ നാട് ഓർമ്മ വരുമെങ്കിലും വില കാണുമ്പോൾ നമുക്ക് നാട് നന്നായി മിസ് ചെയ്യും. കാരണം അവിടുത്തെ 3 ഇരട്ട വില ഉണ്ട് ഇവിടെ. അപ്പോൾ സാധനങ്ങളെല്ലാം ജസ്റ്റ് നോക്കി. പിന്നെ ഞങ്ങൾ എന്തായാലും പോയതല്ലേ എന്ന് വിചാരിച്ച് ഒരു കുൽഫി വാങ്ങിച്ചു. അവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു ബസ് സ്റ്റോപ്പ് ഒരു ഇല്ലടോ. പിന്നെ റോട്ടിൽ നിന്നായിരുന്ന കഴിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ മൊത്തം ഖത്തറിൻ്റെ ഫ്ലാഗ് ആയിരുന്നു. കാരണം നാഷണൽ ഡേ വരുവാണല്ലോ, അതുകൊണ്ട് തന്നെയാണ്. ഖത്തറിൻ്റെ വേറൊരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോയ പോലെ തോന്നി. കാരണം ഞങ്ങളുടെ അവിടെ വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഭംഗിയില്ല. പിന്നെ ഇത് കൂടെ നടക്കുമ്പോൾ ഈ ഗാർഡനും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും വഴിയറിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്നതാണെന്ന് വേറെ ആർക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വഴിയറിയാതെ നട്ടം തിരിഞ്ഞ് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കാമായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അങ്ങ് ദൂരെ ദൂരെ ഞങ്ങൾ രണ്ടാമത്തെ ദുരുദ്ദേശമായിട്ടുള്ള സൂഫി മതി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാടോ. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയതും. ഇന്നാണ് എൻ്റെ കണ്ട കാഴ്ച ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങ് ദൂരെയുള്ള ബോർഡ് വരെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവരാരും വിശ്വസിക്കുന്നില്ല, ഇവർ ആർക്കും കാണുന്നില്ല എന്ന്. പിന്നെ ഞാൻ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവർക്ക് എന്നെ വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ബസ്സിലും കയറി നേരെ പോകുന്ന വഴി പോകുന്നു ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ ഖത്തർ എയർവേസ്. കാണുമ്പോൾ ഭയങ്കര അടുത്താണെങ്കിലും സംഭവം ഞാൻ സൂം ചെയ്ത് എടുത്താണ് കേട്ടോ. സംഭവം നല്ല ദൂരത്തായിരുന്നു. പക്ഷേ ഏകദേശം അടുത്തെന്നൊക്കെ പറയാം.